എറണാകുളം ജില്ലയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർണയത്തിൽ വെട്ടലും തിരുത്തലും തുടരുന്നു. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയും പൊതുസമ്മതരെയും കണ്ടെത്തുന്ന CPM-ഉം CPI-ക്കും കീറാമുട്ടിയാവുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലും പാളിയാൽ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തവണയും മുന്നണി സ്ഥിതി ദയനീയമാകും. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണയുണ്ടായ തിരിച്ചടി ആവർത്തിക്കാതിരിക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടതുമുന്നണി പരമാവധി ശ്രദ്ധിക്കുമ്പോഴും പൊതുസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ CPM-നും CPI-ക്കും കഴിഞ്ഞിട്ടില്ല. ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 സീറ്റുകളിൽ മാത്രമായിരുന്നു LDF വിജയിച്ചത്. എറണാകുളത്തും തൃക്കാക്കരയിലും ഇടത് സ്വതന്ത്രരെ തന്നെ രംഗത്തിറക്കാനാണ് ആലോചന. തൃക്കാക്കരയിൽ ഇടത് സഹയാത്രികനും മുൻ എംപിയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ അഡ്വക്കേറ്റ് റോൺ ബാസ്റ്റിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. ഏറെ നാളായി പൊതുപ്രവർത്തന രംഗത്ത് റോൺ സജീവമല്ല. എറണാകുളത്ത് സോഹൻ സീനിലാലിന്റെ പേര് ഉയർന്നെങ്കിലും ജനകീയ മുഖമല്ലെന്നും മറ്റു പേരുകൾ കൂടി പരിഗണിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കും. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MB ഷൈനി വൈപ്പിനിൽ സ്ഥാനാർത്ഥിയാകും. ആലുവയിൽ വ്യാപാരി വ്യവസായി നേതാവ് AJ റിയാസിന്റെ പേരിനാണ് മുൻതൂക്കം. മികച്ച സ്ഥാനാർത്ഥികൾ പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ എറണാകുളത്തും തൃക്കാക്കരയിലും ഉൾപ്പെടെ ശക്തമായ മത്സരം പോലും കാഴ്ചവെക്കാനാകാതെ പോകുമെന്ന വിലയിരുത്തൽ CPM-നുണ്ട്. CPI-യിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. ജനം, കൊച്ചി.